NGO യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാർ ഇരുന്ന കാലത്ത് കഴിഞ്ഞ 10 വർഷവും NGO യൂണിയനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ ഏറാമൂളികളായിട്ട് നിന്ന് ഇവരെ സകല തോന്നിയാവസരങ്ങൾക്കും ചൂട്ടുപിടിച്ചവരാണ് അവർ. പക്ഷേ ഇപ്പോൾ ഭരണവും പോയി, മുഖ്യമന്ത്രിയായിരുന്നുള്ള പ്രതിപക്ഷ നേതാവുമായി ഗതികെട്ടാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് കോട്ടയം സമ്മേളനത്തിൽ ഇപ്പോൾ NGO യൂണിയൻ നേതാക്കന്മാർക്ക് ചെയ്തത് ഈ സർക്കാർ കഴിഞ്ഞ സർക്കാർ ചെയ്തത് എല്ലാം മോശമാണ്. ആദ്യ രൂക്ഷ വിമർശനമാണ് അവർ ഉയർത്തിയിരിക്കുന്നത്. അതായത് NGO യൂണിയൻ എന്ന് പറഞ്ഞാൽ CPM-ന്റെ ജീവനക്കാരുടെ സംഘടന, അല്ലാതെ നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ സംഘടനയാണ്. ഈ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ പറ്റിയത് ഈ സംഘടനാ നേതാക്കളും സംഘടനയ്ക്കൊപ്പം നിൽക്കുന്നവരാണ്. അവർക്കിഷ്ടമുള്ള സീറ്റുകൾ, അവർക്കിഷ്ടമുള്ള രീതിയിൽ ഭരണം. ഈ ആദ്യത്തെ 5 കൊല്ലം ഒരുവിധം കാര്യങ്ങൾ നന്നായിട്ട് പോയി. പക്ഷേ രണ്ടാമത്തെ വർഷത്തേക്ക് ഭരണം എത്തിയപ്പം പിന്നീട് അഴിഞ്ഞാട്ട ഭരണം നടക്കുന്ന സമയത്ത് അതിനെല്ലാം കുടപിടിച്ചതുവരായിരുന്നു. അതെ, സംഘടനയായിരുന്നു. ഇപ്പം ഈ NGO യൂണിയൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് തുല്യമായിട്ട് സെക്രട്ടേറിയറ്റിൽ വേറൊരു സംഘടന, വേറൊരു പേരിൽ അസോസിയേഷൻ ഉണ്ട്. ഈ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവരുടെ അംഗങ്ങളല്ലാത്ത ജീവനക്കാരെ പീഡിപ്പിക്കുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ സ്ഥലം മാറ്റുക, അവരെ ചീത്ത പറയുക, അവര് പരാതി നടപടി എടുക്കാതിരിക്കുക. എന്തിനേറെ പറയുന്നു, സ്വന്തം യൂണിയനിൽപ്പെട്ടവരെ ഉപദ്രവിച്ചു, നേതാക്കൾക്ക് ഇഷ്ടമല്ലെങ്കിൽ. ഈ ഉപദ്രവങ്ങളെല്ലാം അവരെ സ്വാധീനിച്ചിരുന്നു. ഈ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, സെക്രട്ടേറിയറ്റിൽ നടന്ന ഒരു സഹകരണ സംഘ ഇലക്ഷനിൽ അവിടെ 5000 പേരും CPM-കാരാണ്. അവിടെ കോൺഗ്രസ് 2000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും ജയിച്ചു. 5000 പേരുള്ളതിൽ 6000 പേരുള്ളതിൽ 5000 പേരും ഈ ഇടതുപക്ഷ സംഘടനയുടെ മെമ്പർഷിപ്പ് ഉള്ളവരായിരുന്നു. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും സംഭവിച്ചാണല്ലോ. നമുക്ക് അവരുടെ വിമർശനങ്ങൾ എന്താണെന്ന് നോക്കാം. അതുമല്ല, അതിൽ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ റവന്യൂ വകുപ്പിലും അല്ലെങ്കിൽ പോലീസിലും എല്ലാം ഇടതുപക്ഷ സംഘടനയുടെ അല്ലെങ്കിൽ CPM-നെ പിന്തുണച്ചവരാണ് ജനങ്ങളെ കൂടുതൽ ദ്രോഹിച്ചത്. അതിന്റെ ഫലമാണ് സർക്കാരിനും പിണറായി വിജയനും ഉണ്ടായ തിരിച്ചടി. അതേപോലെ തന്നെ സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ ഇവരൊരിക്കലും വിമർശിച്ചിരുന്നില്ല. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ വരുമ്പോൾ ഇവര് കോൺഗ്രസ് സംഘടനകളെ അപമാനിക്കുകയും അപഹസിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ തോൽവി അല്ലെങ്കിൽ CPM-ന്റെ തോൽവിക്ക് ഒരു പ്രധാന ഘടകം CPM-നെ പിന്തുണച്ച ജീവനക്കാരുടെ സംഘടനയാണ്. എന്നാൽ ഇപ്പോൾ ജീവനക്കാർ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. പല നേതാക്കന്മാരും പറഞ്ഞത് ഈ അവിടെ പാർട്ടി പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ചയിലാണ് ഇതൊക്കെല്ലാം ഉണ്ടായത്. അവർ പറഞ്ഞത് അതാണ്. എന്നാൽ പോലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഭർത്താവിൻ്റെ പീഡനം സഹിച്ചും അഭിമാനം ഓർത്ത് ബന്ധം തുടരുന്ന ഭാര്യമാരുടെ അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് NGO യൂണിയൻ. ഒരു പ്രതിനിധി ആരോപിച്ചു. 5 വർഷം ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ കഴിഞ്ഞില്ല. 6000 കോടി മിച്ചമുണ്ടായ ശമ്പള പരിഷ്കരണം കുടിശ്ശികയും DA കുടിശ്ശികയും നൽകിയില്ല. താഴെത്തട്ടുള്ള ജീവനക്കാരുടെ പ്രശ്നങ്ങൾ സംഘടന ഇടപെട്ടില്ല. CPM നേതാക്കൾക്കെതിരെ പറഞ്ഞത് രാജാവിൻ്റെ ദുർഗന്ധം തിരിച്ചറിയാത്ത അനുയായികൾ വാഴ്ത്തുപാട്ടുകൾ ഓരിയിട്ട് നടക്കുന്നു. വാഴ്ത്തുപാട്ടുകാരെ സംസ്ഥാന ചില നേതാക്കൾ മാറുന്നു. അവർ രാജാവിനേക്കാളും രാജഭക്തി കാണിക്കുന്നു. കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന ഭരണമായിരുന്നു നടന്നിരുന്നത് എന്നൊക്കെയാണ് ഓരോരുത്തർ. അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CPM നേതാക്കൾ പറയുന്നുണ്ടാവും ഇത് തന്നെയാണ് NGO യൂണിയന്റെ സംഘടനാ നേതാക്കളും ചെയ്തിരുന്നത്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരം പറഞ്ഞ് നടപ്പിലാക്കി കൊടുത്തവരാണ് ഈ കഴിഞ്ഞ 10 കൊല്ലത്തെ ഈ സംഘടനാ സമ്മേളനങ്ങളിലൊന്നും സർക്കാരിനെതിരെയോ പിണറായി വിജയനെതിരെയോ ഒന്നും ഇവർ ഈ തരത്തിലുള്ള വിമർശനവും ഉന്നയിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഈ തരത്തിൽ വിമർശനം ഉന്നയിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയാണ് ഇതൊന്നും ശരിയല്ല, നിങ്ങൾ തെറ്റുതിരുത്തണം, നിങ്ങൾ നേരെയാവണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയും ചെയ്തത് ഒരുപക്ഷെ പിണറായി വിജയൻ നന്നായി പോകാനാണ്. കാര്യം പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരു 5-6 പേര് മാത്രമേ രാഷ്ട്രീയ നിയമനങ്ങളുള്ളൂ. ബാക്കി മുഴുവൻ യൂണിയൻകാരാണ്. CPM-ന്റെ കീഴിലുള്ള വിവിധ യൂണിയൻ, NGO, നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ്, അങ്ങനെ പല ആളുകളാണ്. ഇവർക്ക് ആണ് കൂടുതൽ ആക്സസ് ഉണ്ടായിരുന്നത്. ഈ നേതാക്കളാണ് പല മന്ത്രിമാരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവര് ആക്സസ് ഉണ്ടായിരുന്ന കാലത്ത് ഒരുപക്ഷെ ഈ രാഷ്ട്രീയ നേതാക്കൾ, CPM-മാരായ രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും ഇവരുടെ അത്ര ആക്സസ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ മന്ത്രിമാരുടെ ഓഫീസിലോ ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇവര് എല്ലാത്തിനും കുടപിടിക്കുകയും ഇവർക്ക് ഇഷ്ടമില്ലാത്തവരെ സ്ഥലം മാറ്റുകയും ഇവർക്ക് ഇഷ്ടമില്ലാത്തവരെ ദ്രോഹിക്കുകയും ഒക്കെ ചെയ്യാൻ ഈ ഭരണ സംവിധാനത്തെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ പറയാണ് ഇത് ഞങ്ങളല്ല, ഇതെല്ലാം നിങ്ങളാണ്. അതപ്പോഴും അങ്ങനെയാണ് രമേഷ്, അങ്ങനെയാണ്. കാരണം വിജയിക്കുകയാണെങ്കിൽ അത് ഞാനാണ്, തോറ്റാ നീ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അത് നീയാണ് ഉത്തരവാദി എന്ന് പറയും പോലെ തന്നെയാണ് ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സാധാരണക്കാരൻ്റെ ആവശ്യത്തിന് അവനെ വട്ടം ചുറ്റിക്കുകയും പാർട്ടിക്കാർക്ക് വേണ്ടി സകലവിധ നിയമവിരുദ്ധ പരിപാടികൾ നടത്താൻ കൂട്ടുന്നവർ തന്നെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും. CPM സംസ്ഥാന സമിതിയോട് ഒരു ബഹുമാനമുള്ള കാര്യം എന്ന് പറയുമ്പോൾ CPM സംസ്ഥാന സമിതിയിലെ എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത് പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയനെ എടുത്ത തീരുമാനങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ അംഗീകരിക്കേണ്ടവരല്ല അവര്. അതുകൊണ്ടായിരിക്കും ഇപ്പൊ സംസ്ഥാന സമിതിയിൽ വിമർശനങ്ങൾ വരുമ്പം ഇത് കൂട്ടുത്തരവാദിത്തമാണ് തോൽവിക്ക് കാരണം എന്ന് അവര് പറയാൻ കാരണം. പാർട്ടിയാണ് എന്ന് പറയുന്ന പിണറായി വിജയൻ അല്ല, അല്ലെ MV ഗോവിന്ദൻ അല്ല. കാര്യം അവരെ മുന്നിൽ തിരുത്താൻ ഒരു അവസരം ഉണ്ടായിരുന്നു. ഭയന്നോ പേടിച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും അവർ ഉണ്ടായിരുന്നു. അതേപോലെയാണ് ഈ NGO യൂണിയൻ സംഘടനയും. പിണറായി വിജയനെയോ CPM-നെയോ ഇങ്ങനെ ഇത്തരത്തിൽ കുറ്റം പറയാൻ, തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കാതെ അവരെ കൂടെ നിന്ന് ആനുകൂല്യങ്ങളെല്ലാം പറ്റി
സംസ്ഥാന ഭരണത്തെ ഒരു വഴിയാക്കിയ പെരുവഴിയാക്കിയതിൽ പ്രധാനപ്പെട്ടവർ NGO യൂണിയനിലെ പ്രധാനികളും ഈ ഒരിക്കലേ CPM നെ ഒരു അനുകൂലിക്കുന്ന സർക്കാർ സംഘടനാ പ്രതിനിധികളുമാണ്. ഇപ്പോൾ സർക്കാർ ജീവനക്കാർ എന്നോട് പറഞ്ഞത് പണ്ടങ്ങാണ്ട് ഏതോ ഈ ഇടക്കാല ആശ്വാസം വേണമെന്ന് ഈ LDF സർക്കാർ, ഈ സർക്കാരല്ല പഴയ ഏതോ LDF സർക്കാരിൻ്റെ കാലത്ത് സർക്കാർ ജീവനക്കാർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ NGO യൂണിയൻ്റെ എന്തോ ഒരു നേതാവാണോ അത് CPM നേതാവാണെന്ന് അറിയില്ല, അയാൾ പ്രസംഗിക്കുകയാണ്, നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ ഇടക്കാല ശ്വാസം വേണമെന്നാണ് അവർ പറയുന്നത്, ആശ്വാസത്തിന് മാറ്റിയിട്ട്. അപ്പോൾ ഇത് കേട്ട ഈ ജീവനക്കാർ കൈയടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. നാളെ എനിക്കും കൂടെ ഗുണമുണ്ടാകുന്ന കാര്യം ഈ ഒരു നേതാവ് പുച്ഛിച്ച് തള്ളുമ്പോൾ അതിന് അംഗീകരിച്ചിരുന്നവരാണ് അവർ. എന്നിട്ട് ഇപ്പോൾ അവർക്ക് ഈ ഭാഷയെല്ലാം ഗംഭീരമായിട്ട് എടുത്ത് പ്രയോഗിക്കുകയാണ് പാർട്ടിക്ക് നേരെ. കാര്യം വീണ് കിടക്കുന്നതാണ് ചവിട്ടമല്ല ആർക്കും വേണമെങ്കിൽ. അതേപോലെ ഈ നമ്മുടെ ധനമന്ത്രി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഖജനാവിൽ 5000 കോടി ആണ് പോയി എന്നുള്ളതാണ്. അതിനെതിരെ വിമർശനം വരുന്നുണ്ട്. ഖജനാവിൽ 600 കോടി മിച്ചമുണ്ടായിട്ടും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും DA കുടിശ്ശികയും നൽകാൻ തയ്യാറാകാത്തത് ജീവനക്കാരോടുള്ള വഞ്ചനയാണെന്ന് ചർച്ചയിൽ ഇപ്പോഴാണ് വഞ്ചിച്ചത്. ഇപ്പോഴാണ് വളരെ മഹാന്മാരാണ്. ഇതേ ഈ ഒരു പ്രസ്താവന അന്നിറക്കിയിരുന്നെങ്കിൽ ജീവനക്കാർക്ക് ഒരുപക്ഷെ പൈസ കൊടുക്കാൻ ഇവര് തന്നെ നിർബന്ധിതമായനെ. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇവര് പറഞ്ഞവരൊക്കെ പേഴ്സണൽ സ്റ്റാഫ് വെച്ചിട്ടാണ് ഈ മന്ത്രിമാരെല്ലാവരും ഭരിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ കൂടെ അഭിപ്രായം തേടിയിട്ട് തന്നെയാണ് പേഴ്സണൽ സ്റ്റാഫിൽ മന്ത്രിമാർ വരുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്. ആരോഗ്യവകുപ്പിലെ പല തീരുമാനങ്ങളെയും ഇത്തരം സംഘടനകൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നിട്ട് ഇപ്പം ഇവര് CPM-ലേക്ക് മാത്രം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല സർക്കാർ ഓഫീസുകളിൽ NGO യൂണിയൻ നേതാക്കന്മാർ അവരുടെ ഓഫീസിൽ ഏറ്റവും വലിയ മേധാവി ഉണ്ട്, IAS ഉദ്യോഗസ്ഥൻ, അവരെ വരച്ചവരെ നിർത്തിയിരുന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് മാത്രമല്ല, നമുക്കറിയാമല്ലോ കേരളത്തിലെ ഈ സർക്കാർ ജീവനക്കാരെന്ന് പറഞ്ഞാൽ വലിയൊരു എന്താണ് ഒരു വോട്ടിങ്ങിന്റെ വലിയൊരു ശതമാനമാണ്. അതായത് സംഘടനയുടേത് ഭർത്താവിന്റെ പീഡനം സഹിച്ച് അഭിമാനം ഓർത്ത് ബന്ധം തുടരുന്ന ഭാര്യമാരുടെ അവസ്ഥ എന്നാണ് വിമർശനം. അതായത് CPM ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ പോകണമെന്നാണ് ഇവര് പറഞ്ഞത്. ഇനി കുറെ പേര് പോകുമായിരിക്കും, കാരണം ഇനി ഭരണം കിട്ടൂല എന്ന് ഉറപ്പാക്കാൻ കുറെ പേര്. അല്ല, ഇതില് വിമർശനം വന്ന സംഘടനയുടേതാണെന്നാണ്. എന്ന് പറഞ്ഞാൽ സംഘടന തന്നെ ഈ ബന്ധം ഉപേക്ഷിക്കണം, CPM പീഡിപ്പിക്കുകയാണ്. അതായത് 10 കൊല്ലം CPM-ന് എല്ലാ സൗകര്യങ്ങളും നേടിയവർ പറയാണ്. ഈ തിരുവനന്തപുരത്ത് നമുക്കറിയാം PMG-യിലുള്ള NGO യൂണിയന്റെ പഴയ മന്ദിരം അതൊന്ന് റെനോവേറ്റ് ചെയ്ത് അത് ഗംഭീരമാക്കി, വലിയൊരു ബിൽഡിംഗ്, അത് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ കെട്ടിടം പോലും അന്നത്തെ കാലത്ത് എൻ്റെ അടുത്തൊരു ആള് മാധ്യമപ്രവർത്തകനാണ് പറഞ്ഞത്, അതിന് വേണ്ടത്ര ലൈസൻസോ അതിന് പുതുക്കി പണിത കെട്ടിടത്തിന് വേണ്ടത്ര നിയമ സാധുതയൊന്നും ഇല്ലായിരുന്നു. ഇത്തരം ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് ശരിയല്ലെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ രേഖകൾ പരിശോധിച്ചാൽ ഈ കെട്ടിട നിർമ്മാണം അനധികൃതമാണെന്നും എൻ്റെ അടുത്ത് ഒരു മാധ്യമപ്രവർത്തകൻ ഈ സൂചന തന്നില്ല. പക്ഷേ തെളിവുകളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഈ ഉദ്ഘാടനത്തിന്റെ അന്ന് ഞാൻ പറഞ്ഞ ഇതെല്ലാം ഇവര് സാധിച്ചെടുത്തത്. എല്ലാ ആനുകൂല്യങ്ങളും അവർ സാധിച്ചെടുത്തു, എല്ലാ നിയമവിരുദ്ധ പരിപാടികളും അവർ സ്വയം ആസ്വദിച്ചു. അവർക്ക് ഇഷ്ടമില്ലാതെ ഒരു സ്ഥലം മാറ്റി അവരെ പീഡിപ്പിച്ചു. ഇപ്പൊ കുറ്റക്കാരൻ പിണറായി കൂടെയുള്ള മന്ത്രി ഇവരാണ് അവരെ ഉപദേശി വഴിയാക്കിയത്. ഉപദേശക സംഘമായിരുന്നു NGO യൂണിയനും. അതെ 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 അവർ പറയുന്നിടത്തല്ലേ കാര്യങ്ങൾ നടക്കുള്ളായിരുന്നു. അവർ സംഘടിത ശക്തിയാണ് ഞങ്ങൾ എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ തന്നെ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരെയും അടിച്ചു. അല്ല, പിണറായിസത്തിനെയാണ് ഇവര് ഇതിനെല്ലാം. അല്ലെ മാത്രമല്ല, ഇപ്പൊ നേതാക്കന്മാരിലും പിണറായി ചമയാണല്ലോ ശ്രമിച്ചിരുന്നത്. ഞങ്ങളെപ്പോഴും പറയാറുള്ളത് തിരുവനന്തപുരത്തുള്ള തെക്കൻ ജില്ലാ നേതാക്കന്മാരിലും കണ്ണൂർ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതാണ് എൻ്റെ രീതി. അപ്പോൾ അതുപോലെ ഞങ്ങളെല്ലാം പിണറായിമാരാണ്, ഓരോ പിണറായിമാരാണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ഇവർ ഈ പരാക്രമം മുഴുവൻ നടത്തിയത്. എന്നിട്ടിപ്പോൾ കുറ്റമായി. ഈ തോൽവിയിൽ അവർക്കും വലിയ പങ്കുണ്ട്. ഏതായാലും സെമിനാറിൽ ഉദ്ഘാടനം ചെയ്യാൻ അവർ ശൈല ടീച്ചറാണ് വിളിച്ചത് എന്നുള്ളത് അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവര് ഇനി മാറുകയാണ് എന്ന സൂചന. അതെ അതെ, ഇനി പിണറായിക്ക് അഡ്രസ് ഇല്ല, ഇനിയുള്ള കാലം ഒരു ശൈല ടീച്ചറിന്റെ ആയിരിക്കും എന്ന് കരുതിയായിരിക്കും. അത് മാത്രമല്ല, ഭരണം നേടണമെങ്കിൽ ശൈല ടീച്ചറിനെ മുന്നിൽ നിർത്തണം എന്നുള്ള ഒരു സന്ദേശമാണ് അവർ സെമിനാർ അല്ല വേണ്ടത്, ശൈല ടീച്ചറാണ് നല്ലത് എന്നൊരു സന്ദേശം കൂടെ അവർ കൊടുക്കുകയാണ്. ഏതായാലും ഇത് നമ്മുടെ പഴയ കാലത്ത് പലരും പറയുന്നത് പോലെ ചിരിക്കുമ്പോൾ കൂടെ ശരിക്കും 1000 പേരാണ്, കരയുമ്പോൾ നമ്മൾ മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. നമ്മുടെ നേരിൽ മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞത്. അതാണ് പിണറായിയുടെ ഗംഭീർ ഗോവിന്ദൻ്റെ അവസ്ഥ. അവരുടെ വോട്ട് ബാങ്കായി മതിൽ പോലെ, എന്താണ് പാറ്റൻ ടാങ്ക് പോലെ, മറ്റേ PP ജയശ്രീ പറഞ്ഞാൽ പാറ്റൻ ടാങ്ക് പോലെ ഉറച്ചു നിൽക്കുമെന്ന് കരുതിയിരുന്ന NGO യൂണിയൻ ഇപ്പം ഫലത്തിൽ വരെ കൈവിട്ടു.